കാലടി ശ്രീശങ്കര കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ ജാമ്യത്തിൽ വിട്ട രോഹിത്തിനെ വീണ്ടും കാലടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചിത്രം പ്രചരിപ്പിച്ചെന്ന പുതിയ പരാതിയിലാണ് വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്യാം, ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഇയാൾക്കൊപ്പം കോളേജിൽ നിന്ന് പഠിച്ച ആളായിരിക്കില്ലല്ലോ. ഇതാ എവിടെ നിന്നാണ് ഈ പുതിയ പരാതി വരുന്നത്? ഗോകുൽ, മുൻപ് രജിസ്റ്റർ ചെയ്ത പരാതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രതിയെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയും അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇയാൾ പ്രചരിപ്പിച്ച പെൺകുട്ടികളുടെ ഫോട്ടോയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ. നേരത്തെ ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്താതെ പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു കാലടി പോലീസ് ചെയ്തത്. ഇതിനുശേഷം ഇന്ന് നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉയർന്നു വന്നതോടെയാണ് പ്രതിയെ വീണ്ടും വിളിച്ചു വരുത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രതി പ്രചരിപ്പിച്ച ഫോട്ടോകളിൽ ചിലതിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ന് വിളിച്ചു വരുത്തിയത്. ഇത് ചില ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏതായാലും ഗുരുതരമായ വകുപ്പുകൾ, പ്രത്യേകിച്ച് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി പ്രതിയെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഇപ്പോൾ നടക്കുന്നത്. ശരി, പെൺകുട്ടികളുടെ ചിത്രം അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതിനാണ് കാലടി ശ്രീശങ്കര കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രോഹിത്തിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. എന്നാലും അന്ന് ജാമ്യം കൊടുത്ത് വിട്ടെങ്കിലും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുകയാണത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ചിത്രം പ്രചരിപ്പിച്ചു എന്ന പേരിൽ.